നമസ്കാരം. ന്യൂസ് തിയേറ്റർ ആരംഭിക്കുകയാണ്. കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അതിൻ്റെ ആദ്യ സൂചനകളൊക്കെ ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടേതായി ചില മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും ക്രമാനുഗതമായി ചൂട് ഉയർന്ന നിലയിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് ആ മുന്നറിയിപ്പ്. അപ്പോൾ 4 മുതൽ മാക്സിമം 4, അതിനപ്പുറം 8 ഡിഗ്രിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മധ്യകേരളം മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് തൃശ്ശൂർ, ഒപ്പം കോഴിക്കോട്, വയനാട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ പ്രദേശങ്ങളിലാവും ചൂട് ഏറ്റവും കൂടാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മറ്റൊന്ന്, മനുഷ്യന്, മറ്റ് ജന്തു ജീവജാലങ്ങൾക്ക്, വളർത്തുമൃഗങ്ങൾക്ക് ഒക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആണ് ഒരു കടുത്ത തരത്തിലുള്ള മുന്നറിയിപ്പ്. എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്, ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പകൽ പണിയെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ജോലി സമയമൊക്കെ പുനർക്രമീകരിച്ചിട്ടുണ്ട്. ചൂട് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഈ തൊഴിലാളികളെ ജോലിക്കിറക്കാൻ പാടില്ല എന്ന് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, നിർജ്ജലീകരണം വ്യാപകമായി ഉണ്ടാകും. ഇത് ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കൃപാനാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പൊതുവിൽ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമായും മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, തൃശൂർ മേഖലകളിലാണ് ഉയർന്ന ചൂട് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള അറിയിപ്പുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി മുൻ മേധാവി കൂടിയായ ഡോക്ടർ KG താരയാണ്. നമ്മൾ ഓരോ വർഷം കൂടുന്നതോറും ചൂട് കൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഏതൊക്കെ രീതിയിലാണ് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ അവബോധമാണ് ഈ വിഷയത്തിൽ നൽകാനുള്ളത്? ശരിക്കും നമ്മളെപ്പോഴും ഇപ്പോഴും കൊടുക്കുന്ന മുന്നറിയിപ്പുകളെല്ലാം ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള മുന്നറിയിപ്പുകൾ മാത്രമേ നമ്മൾക്കിപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അത് വേണ്ടെന്നല്ല, പക്ഷേ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ചൂട് കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഭാഗത്ത്, ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള മറുഭാഗത്ത്. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിനോട് എങ്ങനെയാണ് നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മുടെ നിലവിലുള്ള രീതികൾ മാറ്റേണ്ടത് എന്നുള്ളത്. നമ്മൾ സമുദ്രത്തോട് അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ചൂട് ഭയങ്കരമായിട്ട് നമുക്ക് ആഘാതമുണ്ടാക്കും. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ചൂട് ആരെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഈ പുറത്ത് തൊഴിൽ എടുക്കുന്ന ആളുകൾ, തൊഴിലുറപ്പ് പദ്ധതികളിലും അല്ലാതെ ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ മറ്റ് ട്രാഫിക് പോലീസ്, അത്തരം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആഘാതം, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ആഘാതം. അതുപോലെ ഈ സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും വൃദ്ധരും, ഇവരാണ് ഏറ്റവും ഈ ദുരന്തത്തിൻ്റെ ആഘാതം നേരിടാൻ പോകുന്നത് ചൂട് കൂടുന്നതിൻ്റെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ട്രാഫിക് പോലീസിൻ്റെ കാര്യം തന്നെ എടുക്കാം. അവരോട് അനുബന്ധമായിട്ട് പറയേണ്ടതാണ് ഈ യൂണിഫോം ഇടുന്ന ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, നഴ്സുമാർ, അവർക്ക് ഓവർകോട്ട് നമ്മൾ ഇപ്പോഴും നിർബന്ധമാക്കി വെക്കുന്നു അല്ലേ. ഈ നഴ്സുമാർക്കുണ്ട്, ഈ ട്രാഫിക് പോലീസിനൊക്കെ ഈ സമയത്ത് നമ്മൾ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഈ യൂണിഫോമിൻ്റെ ഘടനയിലും ഇതിലൊക്കെ കൊണ്ടുവരേണ്ടതാണ്. സർക്കാർ വിചാരിച്ചാൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ദുരന്ത ആഘാതം അനുഭവിക്കുന്ന ആളുകളായിട്ട് അവർ മാറും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ യൂണിഫോം ഇടുന്നത് സ്കൂൾ കുട്ടികൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ MBAക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കോട്ടും പിന്നെ ഒരു സൂട്ടും പിന്നെ ഇതെല്ലാം ടൈയും എല്ലാം നിർബന്ധമാണ്, ഈ സോക്സ് ഉൾപ്പെടെ. അത് ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ പോലും ഒരു സ്കൂൾ അധികൃതരും ഇത് മാറ്റാൻ സ്വമേധയാ തയ്യാറാവുന്നില്ല. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ വഴിയോ ഒക്കെ സർക്കാരിന് ഇതിനകത്ത് ഫലപ്രദമായിട്ട് ഇടപെടാൻ സാധിക്കും. അത് ഏറ്റവും ആദ്യം അത് ചെയ്യണം ഈ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം ഏപ്രിലും അവധി ക്ലാസ്സുകളുണ്ട്. അപ്പോൾ പലർക്കും ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ യൂണിഫോമിലും ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു മാറ്റം വരുത്താം. ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു 4-5 ലെയർ ഈ ഉടുപ്പ് ഇടുന്ന ആളുകളാണ്.
ഇടാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളാണ്. അത് സമൂഹം ഇങ്ങനെ നമുക്ക് ചില ഒരു പ്രത്യേകതകളൊക്കെ കൽപ്പിച്ചു തരുന്നതുകൊണ്ട് നമ്മൾ ഇത് ഇടാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ ഇത്തരം മനോഭാവത്തിലൊരു മാറ്റം അവനവൻ തന്നെ കൊണ്ടുവരികയും പിന്നെ സർക്കാരിൻ്റെ വക നയത്തിലൊരു മാറ്റം വരികയും ചെയ്യും. ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ വളരെ ദീർഘകാലമായി നമ്മളിതിനെ കാണേണ്ടതുണ്ടെന്നാണ്. ഒപ്പം തന്നെ ഹ്രസ്വകാലമായി ഇപ്പോൾ കുടിവെള്ളം കയ്യിൽ വയ്ക്കുന്നത് ഉൾപ്പെടെ ഒപ്പം തന്നെ വസ്ത്രധാരണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് അത് പൊതുജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ഏറ്റവും ഫലപ്രദമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഏത് വിഷയത്തിനെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല മാർഗം അത് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികളിൽ ഈ ധാരണയുണ്ടാക്കിയാൽ അതൊരു കുടുംബത്തിനെ നമ്മൾ പരിശീലിപ്പിക്കുന്നതിന് തുല്യമാണ്. അത് ഇനിയും നമ്മൾ താമസിച്ചിട്ടില്ല, അടുത്ത ഉഷ്ണകാലത്തിന് മുമ്പെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ റേഡിയോ വഴിയും ഇതുപോലെ മാധ്യമങ്ങൾ വഴിയും എല്ലാം ഇതിനെപ്പറ്റിയുള്ള പ്രത്യേക പരിപാടികൾ ചെയ്തുകൊണ്ട് നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിർജ്ജലീകരണം കൊണ്ടാണ് ആളുകൾ പലരും മരിക്കുന്നത്. അതുപോലെ സൂര്യാഘാതം മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ മരണത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ചൂട് കൂടുമ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. ഈ ഇങ്ങനെ ചെറിയൊരു തീപ്പൊരി വന്നാൽ പടരാൻ സാഹചര്യമുള്ള ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്കും നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഒരു തീപിടുത്തം വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്, തീപിടുത്തം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, നിർജ്ജലീകരണം ഇല്ലാതിരിക്കാൻ നമ്മൾ ഓരോ മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത്. സൂര്യാഘാതം വന്നു കഴിഞ്ഞാൽ ആ ആളെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഉടനെ തന്നെ നമ്മൾ തണലത്തേക്ക് മാറ്റി കിടത്തുകയും കാലിൻ്റെ ഭാഗം ഉയർത്തി തലയുടെ ഭാഗം താഴ്ത്തി അങ്ങനെയാണ് കിടത്തേണ്ടത്. എന്നാലാണ് കൂടുതൽ അവർക്ക് വേഗം ഈ ബോധം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മൾ നേരെ നിവർത്തി കിടത്തിയിട്ട് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ കുറേയും കൂടി താമസിക്കും. അപ്പോൾ തലയുടെ ഭാഗം താഴ്ത്തി വെച്ചും കാലിൻ്റെ ഭാഗം ഉയർത്തിയും. ബോധമില്ലാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും, ബോധം കിട്ടുപോയ ഒരാൾക്ക് ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ കൊടുക്കരുത്. അത് ഒരുപാട് ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന വെള്ളം ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഓർമ്മയില്ലാതെ ഇരിക്കുമ്പോൾ 2 കുഴലും അടുത്തടുത്താണ്, നാളെ കുഴലും നാളം. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അത് ഇപ്പോഴും ബോധമുള്ള ഒരാൾക്ക് മാത്രമേ വെള്ളം കൊടുക്കാവൂ. അതുപോലെ വെള്ളത്തിൽ മുക്കിയ ടവൽ കൊണ്ട് ഇങ്ങനെ ശരീരത്തിലൊന്ന് കോൾഡ് കംപ്രസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതും. അപ്പോൾ ഇത്തരം ഈ ഫസ്റ്റ് എയ്ഡുകൾ, പ്രഥമ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വാർഡടിസ്ഥാനത്തിൽ ഒരു വലിയ ബോധവൽക്കരണം നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. പലർക്കും അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ സൂര്യാഘാതം വന്നാൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല, എങ്ങനെയാണ് കിടത്തേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു വലിയ മാസീവ്, ഒരു വ്യാപകമായ രീതിയിൽ തന്നെ ഒരു ബോധവൽക്കരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മഴവെള്ള സംഭരണികൾ, മേൽക്കൂര മഴവെള്ള സംഭരണികൾ നിർബന്ധമാക്കുക. 2 മഴക്കുഴി നിർബന്ധമാക്കുക. എല്ലാ പ്രമിസസിലും എല്ലാ സ്ഥലങ്ങളിലും അത് നിർബന്ധമാക്കുക. ശാസ്ത്രീയമായിട്ട് ഇത് കെട്ടുന്നത് എങ്ങനെയാണ്, മഴക്കുഴിയും മഴവെള്ള സംഭരണികളും എങ്ങനെയാണെന്നുള്ള മാർഗനിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികളോ വഴി അത് കൊടുക്കുക. സ്കൂൾ പാഠ്യവിഷയത്തിൽ ഇത് ഉൾപ്പെടുത്തുക. ഇത്തരം ദുരന്തങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിനോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ ഒന്ന് മാറ്റുക. യൂണിഫോം ഉൾപ്പെടെ സ്കൂൾ കുട്ടികളുടെ യൂണിഫോം, സ്കൂൾ പ്രവർത്തന സമയവും മാറ്റിയാൽ തരക്കേടില്ല. അതായത് 2 ഷിഫ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടർമാർക്കും ഇതുപോലെ നഴ്സുമാർക്കും ഈ കട്ടിയുള്ള യൂണിഫോം ധരിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾക്ക് ഈ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് കൊടുക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ മരങ്ങൾ നടുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. മാഡം പറഞ്ഞതുപോലെ ഹ്രസ്വകാല നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ ദീർഘകാല മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ കൂടി ഇങ്ങനെ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. കാരണം മറ്റൊരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ചൂടിലേക്കാണ്, കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കാണ് കേരളം പോകുന്നത്. ഈ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുകളിലേക്ക് മനുഷ്യരെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു വളർത്തുമൃഗങ്ങൾക്ക്, നാം പരിപാലിക്കുന്ന ജീവികൾക്കൊക്കെ എങ്ങനെയാണ് ബാധകമാകുന്നത് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്
രണ്ട് പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് എല്ലായ്പ്പോഴും അനുഭവപ്പെടാറുള്ളത്. ഒന്ന് പാലക്കാടും മറ്റൊന്ന് പുനലൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് 40-ന് മുകളിലേക്ക് ചൂട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായ ചൂട് അതാണ്. പാലക്കാട് തന്നെ തൊഴിലാളികൾ എത്രത്തോളമാണ് ബുദ്ധിമുട്ടുന്നത്? ഈ വീടുകളിൽ വളർത്തു മൃഗങ്ങളെ അത് എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? ഈ മേഖലയ്ക്ക് മുഴുവനായി എന്താണ് സംഭവിക്കുന്നത് എന്നതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. പാലക്കാട് നിന്ന് സാജിദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. പാലക്കാട് ചുട്ടു പൊള്ളുകയാണ്. മുണ്ടൂർ IRTCയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയ അന്തരീക്ഷ ഊഷ്മാവ് എന്നത് 40 ഡിഗ്രിയാണ്. ഈ 40 ഡിഗ്രി എന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ മാർച്ച് 15-ന് ശേഷമായിരുന്നു ഇത്രയധികം ഒരു അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന നിലയിൽ എത്തിയിരുന്നത്. ഫെബ്രുവരി അവസാനത്തിൽ ഇത്രയധികം അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് 2012-ലാണ് പാലക്കാട് ഉണ്ടായത്. അന്ന് വലിയ തോതിലുള്ളൊരു വരൾച്ചയാണ് ജില്ല നേരിട്ടത്. കൃഷിയിടങ്ങൾ പൂർണ്ണമായും ഉണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു സമാന സാഹചര്യം തന്നെയാണ് ഇത്തവണയും ഉണ്ടാകും എന്ന ഒരു ഭീതിയിലാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ഈ ഒരു കഠിനമായ ചൂടിനെ തരണം ചെയ്യാൻ മനുഷ്യനും വളർത്ത മൃഗങ്ങൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ജോലി സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ലേബർ കമ്മീഷണർ ഒരു ഉത്തരവിറക്കിയതും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്ന ഒരു തരത്തിലുള്ള തൊഴിലും ചെയ്യരുത്, തൊഴിലുടമകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ നിർബന്ധിക്കരുത് എന്നാണ് ഈ ലേബർ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത്. കടുത്ത ചൂട് മൂലം വിവിധ തരത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. കൃത്യമായ പരിചരണം വേണം ഇതിന് എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ അൻവറുദ്ദീൻ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ശക്തമായ ചൂടാണ്, ഇപ്പോൾ പാലക്കാട് 40 ഡിഗ്രി കടന്നിരിക്കുന്നു. ഈ ചൂടിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ഈ ചൂട് കൂടുന്ന അവസ്ഥയിൽ നമ്മൾ ജോലി സമയം, ജോലി ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ, എന്തെല്ലാം ഭക്ഷണങ്ങൾ, എന്തെല്ലാം പാനീയങ്ങൾ കഴിക്കുക, ഈ വക കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. പ്രത്യേകിച്ചും ഏതാണ്ട് ഒരു 11 മണി തൊട്ട് ഒരു 4 മണി വരെ നല്ല ചൂടുള്ള സമയമായിരിക്കും. അപ്പോഴായിരിക്കും കത്തിക്കാളുന്ന ചൂടും ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത. ആ സമയത്ത് സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ നേരെ വെയിലിൽ നിന്നിട്ടുള്ള പണി ഒഴിവാക്കുന്നത് നല്ലതാണ്. തണലുള്ള സ്ഥലത്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുക മറ്റോ ചെയ്യുകയാണെങ്കിൽ തലയിൽ തൊപ്പി ധരിക്കുക, കുട ഉപയോഗിക്കുക. അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ പതിക്കാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഭക്ഷണക്രമത്തിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വേനൽക്കാലമായാൽ ചൂട് കൂടുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തണുത്ത സാധനങ്ങൾ, തണുത്ത പാനീയങ്ങൾ, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ കഴിക്കാനുള്ള താല്പര്യം കൂടുതലാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് ഊഷ്മാവ് കൂടിയ സന്ദർഭത്തിൽ നമ്മുടെ ശരീര ഊഷ്മാവിനോട് അടുത്ത ടെമ്പറേച്ചറിലുള്ള പാനീയങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ കഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ എക്സ്ട്രീം ടെമ്പറേച്ചർ, അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറുള്ള പാനീയങ്ങളോ ഭക്ഷണങ്ങളോ കഴിക്കരുത്. അപ്പം നമ്മൾ എന്ത് ഭക്ഷണം പാനീയങ്ങൾ കഴിച്ചാലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാലും അത് നമ്മുടെ ബോഡിക്കകത്ത് കൊണ്ടുപോയി ബോഡി ടെമ്പറേച്ചറിലേക്കായി മാറ്റും. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ 0 ഡിഗ്രിയിലുള്ള ഒരു ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ്ക്രീമോ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അതേ ടെമ്പറേച്ചറിൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും പോയി കയ്യ്, കാല്, മറ്റു അവയവങ്ങളിലേക്ക് അത് തണുപ്പിക്കും എന്നുള്ള ഒരു അബദ്ധ ധാരണ നമുക്കുണ്ട്. അത് ശരിയല്ല. പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് വസ്ത്രധാരണത്തിലാണ്. അപ്പോൾ ഇതിൽ ഈ കറുത്ത വസ്ത്രങ്ങൾ നമുക്കറിയാമല്ലോ, കറുത്ത അത് ടെമ്പറേച്ചറിനെ, സൂര്യരശ്മിനെ ആഗിരണം ചെയ്ത് പുറത്തേക്ക് വിടില്ല. അപ്പോൾ അത് ഈ കറുത്ത പാൻറ്റ്, അതുപോലെ കറുത്ത ഷർട്ട്, സ്ത്രീകൾ കറുത്ത തരത്തിലുള്ള ബ്ലൗസുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ ചൂട് നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനും ബോഡി ഹീറ്റാകാനുള്ള ഇതാണ്. അപ്പം ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ, കോട്ടൺ ഷർട്ടുകൾ, കോട്ടൺ ആയിട്ടുള്ള സാരികൾ, അതൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും.
മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഈ കടുത്ത ചൂട് വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത്. വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത്. എന്തായാലും മൃഗസംരക്ഷണ വകുപ്പിലെ ജോജു ഡോക്ടർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇപ്പോൾ മലമ്പുഴയിൽ 4 ആടുകൾ ചത്തത് ഈ ചൂട് മൂലമാണ് എന്ന് പറയുന്നു. ഈ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നവർ പ്രത്യേകമായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മലമ്പുഴയിൽ 4 ആടുകൾ ചത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നും ഹീറ്റ് സ്ട്രോക്കാണിത്. അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ സാധാരണ ആൾക്കാർ എന്താ വെച്ചാൽ അധികം തിന്നാനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് സാധാരണ അവർ പുറത്തേക്ക് അഴിച്ചു വിടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പം 10 മുതൽ 5 വരെ ആകുമ്പോൾ വളരെ നല്ല ചൂടാണ്. അപ്പം കുറേ എണ്ണം കുഴഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ 10 മുതൽ 4 വരെ അല്ലെങ്കിൽ 5 മണി വരെ നമ്മൾ മേയാൻ വിടരുത്. ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം. കഴിയുന്നിടത്തോളം മേയ്ക്കാൻ വിടുമ്പോൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം ഇപ്രാവശ്യം. അപ്പോൾ ഒരു മരത്തിൻ്റെ ഷെയ്ഡിലോ എന്തെങ്കിലും കെട്ടിയിടാണ് വേണ്ടത്. കെട്ടിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർ നടന്ന് മേഞ്ഞ് കഴിഞ്ഞ് പലപ്പോഴും പോകും. അവർ ശ്രദ്ധിക്കില്ല, അത്രയും നമുക്ക് ബോധമില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ പോവും, ഹീറ്റ് സ്ട്രോക്ക് അടിക്കും, മറിഞ്ഞ് വീഴും. പിന്നെ വെള്ളം കൊടുക്കാൻ പറയാമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പും കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇലക്ട്രോലൈറ്റ് ആണ് ഇവിടെ ലോസ് ആവുന്നത്, അത് വളരെ നല്ലതാണ്. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം സാധാരണ ഇതൊന്നും ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് വല്ല കഞ്ഞിയുടെ ബാക്കിയോ അടുത്ത വീട്ടിൽ കിട്ടുന്ന കുറച്ച് പഴകിയതായിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കാറ്. അങ്ങനെ കൊടുക്കുന്ന ഒരു പരിധി വരെ കൊടുക്കുമ്പോൾ പലപ്പോഴും അതും ഒരു വയറിന് കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഞങ്ങൾ സാധാരണ പറഞ്ഞത്, അതങ്ങനെ കൊടുക്കരുത്. തരം ശുദ്ധമായ വെള്ളം കൊടുക്കുക. അതിരാവിലെയും കുറച്ച് ലേറ്റായിട്ടും മാത്രം ഇതിന് വിടുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ വേനൽ കാറ്റും പാലക്കാടുണ്ട്. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ജലാശയങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. പ്രളയത്തിൻ്റെ സമയത്ത് നിറഞ്ഞ് കവിഞ്ഞ ഒഴുകിയ പുഴകളടക്കം വറ്റി വരളുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനടക്കം വരും മാസങ്ങളിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. വരും ദിനങ്ങളിൽ ചൂട് ശക്തമായ നിലയിലേക്ക് പോകും എന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയതും വിദഗ്ധരുടെ ഡോക്ടർമാരുടെ ഈ അഭിപ്രായങ്ങൾ സഹിതം ഇക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതും.